ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നലെ നമുക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നലെ നമ്മുടെ വീടിൻ്റെ അടുത്ത വീട്ടിലേക്ക് മരം മുറിപ്പുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര മിഷ്യൻ്റെ ഒച്ചയും ബഹളമൊക്കെ ആയിട്ട് നമുക്ക് ഇന്നലെ വീഡിയോസ് എടുക്കാനോ ഒന്നും പറ്റിയില്ല. അപ്പോൾ ഇത് ഇന്നത്തെ ചൂടായിട്ടുള്ളൊരു വീഡിയോയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയാണ്. അതായത് രാവിലെ പാത്തുവിനെ വിടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. കുറച്ച് സാമ്പാറെന്ന് പറഞ്ഞാൽ ഒരു തട്ടിക്കൂട്ട് സാമ്പാർ, കുറച്ച് പരിപ്പും ഉള്ളി സാമ്പാർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. ഒരു ഉള്ളിയും ഒരു തക്കാളിയും ഒരു വെണ്ടയ്ക്കയും കൂടെ ഒക്കെ ഇട്ടിട്ട് കുക്കറിലോട്ട് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തേ. കുറേ സമയം കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും കഷ്ണങ്ങളൊന്നുമില്ല. പരിപ്പും ഒക്കെ വെന്ത് കുഴഞ്ഞ് അങ്ങ് സെറ്റായിട്ട് കട്ടയ്ക്കങ്ങ് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ അതല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ എന്ന് കരുതിയിട്ട് കുറച്ച് മുളകും മല്ലിയൊക്കെ എണ്ണയിലൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്കങ്ങ് ഒഴിച്ച് സാമ്പാർ റെഡിയാക്കിയിട്ട് അങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ദോശയായിരുന്നു കേട്ടോ കാപ്പി. അപ്പോൾ കൊച്ചിന് കൊടുത്തും വിടാം, ദോശയ്ക്കും എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു കേട്ടോ. പിന്നെ ചോറ് റെഡിയാക്കി, അതുപോലെ കുറച്ച് പാവയ്ക്ക ഉണ്ടായിരുന്നു, അത് വറുത്തൊക്കെ എടുത്തു. അപ്പോൾ സിമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് അങ്ങോട്ട് ഒതുക്കിയിട്ടുണ്ടായിരുന്നേ. പപ്പടം കാച്ചിയിട്ടുണ്ടായിരുന്നു. അപ്പം പപ്പടവും പാവയ്ക്കയും കൂടെ വറുത്ത് എന്തിനാന്ന് ചോദിച്ചപ്പോൾ രണ്ടും വേണമെന്ന് പറഞ്ഞു കേട്ടോ. ഇടയ്ക്ക് ഞാൻ അങ്ങനെ ഒന്ന് കൊടുത്തു വിട്ടപ്പോഴത്തേക്കും എനിക്കിഷ്ടമായി വേണമെന്ന് പറഞ്ഞതുകൊണ്ട് പപ്പടവും കൂടെ അങ്ങോട്ട് കാച്ചിയെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ മോൾക്ക് സ്കൂളിലേക്കുള്ള ലഞ്ചെല്ലാം തയ്യാറാക്കി മോളെ സ്കൂളിലേക്ക് കൊണ്ടുവിട്ട് നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. ഇപ്പോൾ ഓണമൊക്കെ അടുത്തല്ലേ. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ഓണത്തിന് നമ്മളിങ്ങനെ സദ്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ വീഡിയോ കാണാത്ത പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ടാക്കിയേക്കണം കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ ഉണ്ടാക്കിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താണെന്നറിയാമോ? ഞാൻ അല്ലാതെ അതിന് മുന്നേ ഒന്നും ഒരു ഓണത്തിന് നമ്മളിങ്ങനെ ഇങ്ങനത്തെ ഒരു കറി വെച്ചിട്ടില്ല കേട്ടോ, ഓലൻ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല തേങ്ങാപ്പാലിൻ്റെ ആ പച്ച വെളിച്ചെണ്ണയുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 കുമ്പളങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും ഇരിക്കുമല്ലേ, അതുകൊണ്ട് അത് വെച്ചിട്ട് ഓലൻ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വെളുപ്പിനെ എണീറ്റപ്പോൾ തന്നെ ഞാൻ പയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുമ്പളങ്ങയൊക്കെ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പയർ കുക്കറിലോട്ട് അങ്ങ് വേവിക്കാനായിട്ട് അടുപ്പയിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വേവുന്ന സമയം കൊണ്ട് കുറച്ച് തേങ്ങ ഞാൻ തിരുമ്മി എടുക്കുകയാണ്. ഈ തേങ്ങ 3 കാര്യത്തിന് വേണം. ഒന്ന്, മീൻകറി അടുപ്പിലോട്ട് ആക്കിയിട്ടുണ്ടായിരുന്നേ. ഒരു നമ്മുടെ പുളിമുളകും വെക്കുകയാണ്, ഒരു കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുന്നതേ ഉള്ളേ. അപ്പോൾ കറിയൊക്കെ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വേണ്ടി കുറച്ച് തേങ്ങാപ്പാൽ എടുക്കണം. പിന്നെ കുറച്ച് മത്തൻ്റെ ഇല ഉമ്മച്ചി കൊണ്ടുവച്ചിട്ടുണ്ട്, അതിന് തോരൻ എടുക്കണം. പിന്നെ നമ്മുടെ ഓലൻ വേവിക്കാനും എടുക്കണം കേട്ടോ. പിന്നെ ഇതിനിടയിൽ ഉമ്മച്ചി വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അവിലിവിടെ മേടിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസമായി കേട്ടോ. അപ്പോൾ അവിലും കൂടെ നനയ്ക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിനും കൂടി കുറച്ച് തേങ്ങ അധികം തിരുമ്മി എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഞാൻ നമ്മുടെ ഓലൻ വെക്കാനുള്ള കുറച്ച് തേങ്ങ നല്ല രീതിയിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരിച്ചിട്ട് അതിൽ 1-ാം പാലും 2-ാം പാലും വെവ്വേറെ മാറ്റി വെക്കുകയാണ് കേട്ടോ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആ ജാറൊക്കെ ഒന്ന് കഴുകി മാറ്റുകയാണ് കേട്ടോ. അപ്പോഴപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി മാറ്റി കഴിഞ്ഞാൽ പിന്നെ കുന്നുകൂടി കിടക്കത്തില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഉമ്മച്ചി മത്തൻ്റെ ഇലയ്ക്ക് ഒന്ന് അരിഞ്ഞ് തരുന്നുണ്ട് കേട്ടോ. ഒരുപാടൊന്നുമില്ല, കുറച്ചേ ഉണ്ടായിരുന്നുള്ളേ. മത്തനില നുള്ളാൻ ഇറങ്ങിയപ്പോഴത്തേക്കും മൊത്തത്തിൽ മുറ്റി നിൽക്കുന്നു കേട്ടോ ഇല. പിന്നെ അതിൽ നിന്ന് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതെന്തായാലും നുള്ളി എടുത്തുകൊണ്ട് വന്നിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ പയറൊക്കെ ഇവിടെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അരിഞ്ഞു വെച്ചിട്ടുള്ള കുമ്പളങ്ങയും 2-ാം പാലും ആവശ്യത്തിനുള്ള ഉപ്പും 2-3 പച്ചമുളകും കൂടെ കീറിയിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അങ്ങ് അടച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ആ പാലൊക്കെ ഒന്ന് വറ്റി, ആ പാലൊക്കെ ആ കഷ്ണങ്ങളിലേക്ക് പിടിച്ച് നന്നായി വറ്റി വരുന്ന സമയത്ത് 1-ാം പാൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ മൂടി വെക്കാനായിട്ട് പോവുകയാണേ. ഒരു 10 മിനിറ്റൊക്കെ കിടന്നപ്പോഴത്തേക്കും നമ്മുടെ 2-ാം പാൽ നന്നായിട്ട് വറ്റി കുറുകി വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1-ാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതെല്ലാവർക്കും അറിയാം, എന്നാലും പറയുകയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഞാൻ അപ്പോഴും തന്നെ ഇറക്കിയിട്ടുണ്ടായിരുന്നേ. തിളയ്ക്കാനായിട്ട് പാടില്ല, തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞതുപോലെ ആയിപ്പോകും കേട്ടോ. പിന്നെ അതിൻ്റെ ടേസ്റ്റൊക്കെ അങ്ങ് വിട്ടുപോകും, കൊള്ളത്തില്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഓലൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പം അറിയാത്തവർ ഉണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടി മാത്രം കാണിച്ചതാണ് കേട്ടോ. അറിയാവുന്നവർ വന്നിട്ട് പൊങ്കാലയിടരുത്, ഇതെന്തോ ഇത്ര കാണിക്കാൻ വേണ്ടിയിട്ട്, എല്ലാവർക്കും അറിയാവുന്നതല്ലേന്ന് ആരെങ്കിലുമൊക്കെ അറിയാത്തവർ കാണും കേട്ടോ. എനിക്ക് സത്യത്തിൽ അറിയത്തില്ലായിരുന്നു, കഴിഞ്ഞ വർഷം കേട്ടോ പഠിച്ചേ. അങ്ങനെ നമ്മുടെ ഉച്ചയ്ക്കുള്ള കറികളെല്ലാം റെഡിയായി കേട്ടോ. മീൻകറി ഞാൻ റെഡിയാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ മത്തയില തോരൻ, നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള ഓലൻ ഒക്കെ റെഡിയാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ.
പിന്നെ ആണ് എന്താ നമ്മുടെ കുറച്ച് അവിലെടുത്തിട്ട് നനയ്ക്കാനായിട്ട് പോവാം കേട്ടോ. ഞാൻ നനയ്ക്കുന്ന ഒരു രീതിയിലാണ് കാണിക്കുന്നത്, ആരും എന്നെ ഒന്നും പറയരുത് കേട്ടോ. ഉമ്മച്ചി അതേ കൈ കൊണ്ട് നനച്ചതിന് ശേഷമാണ് നെയ്യിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നത്. ഞാൻ കുറച്ച് നെയ്യ് ചട്ടിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ശർക്കര പാനിയാക്കി ഉരുക്കി എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഈ നെയ്യിലോട്ടാട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് അതിന് മുന്നേ നമ്മൾ നെയ്യിൽ അണ്ടിപ്പരിപ്പോ മുന്തിരിങ്ങയോ കപ്പലണ്ടിയോ എന്ത് വേണേലും ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാം കേട്ടോ. നല്ല കാറ്റടിക്കുന്നുണ്ടേ. പിന്നെ എന്താ അതിന് ശേഷം ഞാൻ ഇപ്പോൾ ഇവിടെ ഒന്നും ഇരിപ്പില്ലായിരുന്നു ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ നെയ്യ് ഒഴിച്ച് അതിലേക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ശർക്കര ഉരുക്കിയതിലേക്കാണ് നമ്മൾ നേരിട്ടങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ അവിലിട്ട് കൊടുക്കുന്നുണ്ട്, ചുമന്ന അവിലാട്ടോ. അപ്പോൾ അതിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. പിന്നെ ചുക്കിൻ്റെ പൊടി, കുറച്ച് ചുക്കിൻ്റെ പൊടിയൊക്കെ ഇടുന്നത് ടേസ്റ്റിനും മണത്തിനും ഒക്കെ നല്ലതാണ്. അതുപോലെ ഏലക്ക ഞാൻ ഇതിനിടയ്ക്ക് തപ്പിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. അവിടെ ഒരു കവർ ഏലക്ക ഞാൻ എടുത്ത സമയത്ത് മേടിച്ച് വെച്ചതാണേ. അതിങ്ങനെ തപ്പുക, അത് കാണുന്നില്ല, ഏത് കുപ്പിക്കകത്തോ എടുത്തിട്ടതാണ് കേട്ടോ. പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അത് കിട്ടിയത്. അപ്പോൾ ഇത് നന്നായിട്ട് നെയ്യിൽ കിടന്ന ശർക്കര പാനിയിലൊക്കെ കിടന്നിട്ട് ഒന്ന് വഴറ്റി എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ അവിൽ നനിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കാണിക്കേണ്ടതുണ്ടോ എന്നൊക്കെയാണ് ആളുകൾ ചിന്തിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇത് നല്ല രീതിയിൽ വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഉണ്ടാക്കി റെഡിയാക്കി പുറത്തോട്ട് മാറ്റി വെച്ചപ്പോഴത്തേക്കും ഏലക്ക കിട്ടിയിട്ടുണ്ടായിരുന്നേ. അത് ഞാൻ ഒന്ന് ചതച്ചിട്ട് കൊടുത്തു കേട്ടോ. ഒരുപാടുണ്ടെങ്കിലേ നമുക്കിങ്ങനെ പൗഡറാക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇത് 5-6 ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മുടെ അവിൽ വിളയിച്ചതെന്നോ നനച്ചതെന്നോ എന്താ വേണേലും പറയാം, ഒരു കുഴപ്പമില്ല. പിന്നെ കുറച്ച് കട്ടൻ ചായയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും. ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ദേ ഇവിടെ വെച്ചങ്ങ് നിർത്തുകയാണ് കേട്ടോ. ഇന്നും ചിലപ്പം വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നേനെ. ഇന്ന് മരം മുറിച്ച് കഴിഞ്ഞിട്ടില്ലായിരുന്നേ. ഇനി അത് മുറിക്കാനെങ്ങാനും വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് വീഡിയോ കാണത്തില്ലായിരുന്നു. അപ്പോൾ എന്തായാലും നാളെ കാണാവേ. ടാറ്റാ.